ഹായ് ഫ്രണ്ട്സ്, ബീവീസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു ഡോർമാറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ ഞാൻ ചെയ്ത വീഡിയോ പോലെ തന്നെ വളരെ എളുപ്പത്തിലുള്ള ഡോർമാറ്റ് ഐഡിയ ആണ്. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പം ഡോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അതിനൊരു ബേസ് പാർട്ട് വേണം. അപ്പം അതിന് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ പഴയ ഒരു പാൻറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം പഴയ പാൻറ്റ് എന്ന് പറഞ്ഞാൽ ജീൻസിൻ്റെ പാൻറ്റ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഏത് പാൻറ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ത്രൂ ഔട്ട് ഒരേ വീതി ഉള്ള ടൈപ്പ് പാൻറ്റാണ് നല്ലത്. ടൈറ്റ് ഫിറ്റ് പാൻറ്റ് വെച്ചിട്ട് നമുക്ക് അത്ര വീതി കിട്ടില്ല. ചെറിയ വീതിയിലുള്ള ഡോർമാറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ പാൻറ്റിൻ്റെ അടിഭാഗം കട്ട് ചെയ്യുക, അതേപോലെ തന്നെ മുകളിൽ ഈ ഒരു എൻഡിൽ കട്ട് ചെയ്ത് കളയാം. അപ്പം ഇത്രയും ലെങ്ത്താണ് നമുക്ക് ഒരു ഡോർമാറ്റിന് കിട്ടുക പാൻറ്റ് യൂസ് ചെയ്യുമ്പോൾ. ഇനി നിങ്ങൾക്ക് പാൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ വേറെ കുറച്ച് കട്ടിയുള്ള തുണി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബേസ് പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെന്നി പോകാത്ത രീതിയിലുള്ള ഏത് തുണിയും നമുക്ക് ഉപയോഗിക്കാം. പാൻറ്റാണെങ്കിൽ നമുക്കത് സ്റ്റിഫായി നിൽക്കും, തെന്നി പോവുകയില്ല, നല്ല ഒതുങ്ങി അവിടെ നിൽക്കും. അപ്പം അടിഭാഗവും മുകൾ ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് കട്ട് ചെയ്ത് മാറ്റാം. അധികം കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ തുണി വെച്ച് അടിക്കുകയും കൂടി ചെയ്യുമ്പം നല്ല കട്ടിയായിട്ട് സ്റ്റിച്ചിങ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതേപോലെ സൈഡ് കട്ട് ചെയ്ത് ആ കട്ടിയുള്ള ഭാഗം ഒന്ന് മുറിച്ച് കളയാം. ഇവിടെ നമ്മൾ പാൻറ്റും പഴയ തുണിയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഈ ഡോർമാറ്റ് ഉണ്ടാക്കാനും പഴയ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓൾഡ് ക്ലോത്തിനെ നമുക്ക് റീയൂസ് ചെയ്യാനുള്ള ബെറ്റർ ഐഡിയ ആണിത്. അപ്പോൾ ഇനി ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഒരു ഷേപ്പ് ചേഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി റെക്റ്റാങ്കുലർ ഷേപ്പ് ഇതിൽ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. നന്നായി ചേർത്ത് വെച്ച് ഇതിൽ വരഞ്ഞതിൽ കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇതാ അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഷേപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അവിടെയും നമ്മൾ കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞു കൊടുക്കണം. സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞിട്ട് അതിൽ കട്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്കൊരു പാൻറ്റിൽ നിന്ന് പെർഫെക്റ്റ് റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു പീസ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡോർമാറ്റിന് ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നന്നായി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പാൻ്റല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏത് തുണിയാണോ ബെഡ്ഷീറ്റിൻ്റെ പഴയ ബെഡ്ഷീറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് റെക്റ്റാങ്കുലർ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ആയിട്ട് ഇനി നമുക്കതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ തുണി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറയാം. ഈ തുണി കൊണ്ടല്ല ഞാനിവിടെ ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ തുണി വെച്ച് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഇത് പഴയ ഒരു നൈറ്റിയാണ്. നിങ്ങൾക്ക് പഴയ ചുരിദാറോ നൈറ്റിയോ സാരിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരഞ്ഞു വെക്കുക. ഇതിൻ്റെ അടിഭാഗമൊന്നും ഒരു ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി അടിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയുക. അതിനുശേഷം ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് വീതിയിലൊക്കെയുള്ള ഒരു ലൈന് വരഞ്ഞെടുക്കുക. അപ്പം നമ്മൾക്ക് ഇപ്പം 3 ഇഞ്ച് വീതിയിലൊക്കെയുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. ഒരു 2.5, 3, 4, 7 ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം അത്രയും എടുക്കുക. ഇനി എൻ്റെയൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതേപോലെ ഒരുപാട് പീസ് നമുക്ക് ഒരു നൈറ്റിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു നൈറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഫുൾ ഡോർമാറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നൈറ്റിയിൽ നിന്ന് ഞാനിത് ഒരുപാട് ഇതേപോലെയുള്ള പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആദ്യമുള്ള പാൻറ്റിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് ഇതേപോലെ ചുരുക്കാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊരു പീസ് തീർന്ന് കഴിഞ്ഞിട്ടാവുമ്പം
ഇതേപോലെ അതിൻ്റെ എൻഡിലൊന്ന് താഴോട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ചുരുക്ക് വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു ലെയർ കഴിഞ്ഞ് അതിൻ്റെ ഒന്നാമത്തെ പീസിൻ്റെ എൻഡിലായിട്ടല്ല അടുത്ത ലെയർ വെക്കുന്നത്. ഒന്നാമത്തെ പീസിൻ്റെ ഒരു സൈഡ് പൊക്കി വെച്ച് ഇതിൻ്റെ പകുതി ഭാഗം ഈ പീസിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിലാണ് അടുത്തത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഏത് മെഷീൻ വെച്ചിട്ടും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഏത് തരം തുണിയും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നൂലധികം പിന്നിപ്പോവാത്ത രീതിയിലുള്ള തുണി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 2 ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ ലെയറും ഇതേപോലെ ചെയ്യുന്നു. നമുക്ക് ആദ്യം ചെയ്യുമ്പം ഈ ചുരുക്കമൊക്കെ വെച്ച് കൊടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനൊക്കെയുള്ള ട്രിക്ക് കിട്ടും. നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഡോർമാറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, പഠിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് തന്നെ മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അടിപൊളി ഡോർമാറ്റ് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ 3 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയർ ചെയ്തിട്ടാകുമ്പം വേറൊരു കളർ പീസ് കൊണ്ട് 2 ലെയർ ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ആദ്യത്തെ തുണി കൊണ്ട് തന്നെ ചെയ്യാം. അങ്ങനെ വ്യത്യസ്ത കളർ യൂസ് ചെയ്തിട്ടും വ്യത്യസ്ത പാറ്റേൺ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഒരേ ഒരു ടൈപ്പ് തുണി കൊണ്ട് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നൈറ്റിയിൽ ഇടയ്ക്കൊരു ഓറഞ്ച് കളർ ഡിസൈൻ വരുന്നത് കൊണ്ട് നല്ല ഭംഗി കിട്ടും. അല്ലെങ്കിൽ ഒറ്റ കളറാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ വേറെ കളർ നൈറ്റീൻ്റെ പീസ് കൂടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇതേ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വളരെ കാലം ഈട് നിൽക്കും, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഞാൻ ഇത് മൊത്തത്തിൽ ഈ പാൻസിൻ്റെ ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ മനോഹരമായ ഒരു ഡോർമാറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.